ഗൈസ്. അപ്പം എൻ്റെ കോലമായാലും നോക്കണ്ട. ഞാനാണെങ്കിൽ ഈ പടം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തലയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പം ഞാൻ പടം വരച്ചുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് ഡൂഡിൽ ആർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഡൂഡിൽ ആർട്ടും അങ്ങനെ പല പല ആർട്ടും ഞാൻ ചെയ്യുന്നത്. പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ ഞാൻ വരച്ചതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ വരയ്ക്കുന്ന വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ബുക്ക് മേടിച്ച സമയത്ത് ബുക്കിൻ്റെ പേപ്പറിന് അത്ര കട്ടിയില്ല. അപ്പം ഈ ബുക്കിൻ്റെ പേപ്പറിന് കട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അടിയിൽ വെറും ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ന്യൂസ് പേപ്പറിൻ്റെ കോലെന്താ ഇങ്ങനെയൊക്കെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വരയ്ക്കുന്നേ എടുക്കാത്തത്. അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി ഇതൊക്കെ ഓക്കെയാണ്, ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ ഉള്ളത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വരയ്ക്കുന്നത് കാണിച്ചു തരാം. പിന്നെ എനിക്ക് എടുക്കാൻ അങ്ങനെ വലിയ വശവുമില്ല, എന്നാലും ഞാൻ നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിതുവരെ ഡൂഡിൽ ആർട്ട് അങ്ങനെ പല പല ആർട്ടുണ്ട് ഇതിനകത്തിൽ, എനിക്കറിയാൻ പാടില്ല. അപ്പം ഞാനിവിടെ വരയ്ക്കാൻ നേരത്ത് ഇവിടെ ഫുൾ ഇങ്ങനെ മെസ്സാക്കിയിട്ടിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇപ്പം 2 പടം മനസ്സിലുണ്ട്, 2 പേപ്പറിന് കീറിയിട്ടു. അപ്പം ജസ്റ്റ് ഞാൻ അത് കാണിച്ചു തരാം. ഒരു ബുക്കിനകത്ത് കാണിച്ചു തരാം. 2 സ്ക്രാച്ച് ബുക്കുണ്ട്, അത് ഫുള്ള് കുളമായിട്ടിരിക്കുക. അത് പിന്നീട് കാണിച്ചു തരാം. അപ്പം ഞാനിത് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗേസ്, ഇതാണ് ഞാൻ ഈ ബുക്ക് കിട്ടിയതിന് ശേഷം ഇതിനകത്തിൽ ഫസ്റ്റ് വരച്ചത്. അപ്പോൾ ഇത്തിരി ഇതൊക്കെ ഉണ്ട് വരച്ചപ്പം, അത്ര പെർഫെക്റ്റായിട്ടൊന്നുമില്ല, എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. ഈ സൺഫ്ലവറിൻ്റെ ഞാനിവിടെ യെല്ലോ കളർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു പേടി, കൊടുത്തു കഴിഞ്ഞാൽ കുളമായിപ്പോയി. ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്, ഇനി കൊടുക്കണോ വേണ്ട എന്നുള്ളൊരു ഡൗട്ടിലിരിക്കുക. ഇതെനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു, കുറച്ച് ഏസ്തെറ്റിക് ആയിട്ടുണ്ട്. കണ്ട് ഈ ബുക്കിന് പേജിന് കട്ടിയില്ലാത്തതുകൊണ്ട് അപ്പുറത്ത് നിഴലടിച്ച് കാണും. ഇത് ഇത്രയുള്ളത്. ഇത് കുറച്ച് ചെറുതായിപ്പോൾ, ഒന്ന് വലുതാക്കണമായിരുന്നു. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം. ഇതൊക്കെ എൻ്റെ ഓരോരോ ട്രൈകളാണ്. ആക്ച്വലി ഇതൊന്ന് കുളമായിപ്പോയി. ഞാൻ വരച്ചൊന്ന് കളറടിച്ച് വന്നപ്പോഴത്തേക്കും കളറടിക്കുന്നതിൻ്റെ ആക്രാന്തത്തിൽ എല്ലാത്തിലും ഒന്ന് കളറടിച്ചു. കാരണം ഇപ്പുറത്ത് നല്ല അടിപൊളിയായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ വരച്ചതിനകത്ത് നല്ല രസമില്ലേ? ഇത് ചുമ്മാ വരച്ച് വന്ന് ഇതുണ്ട് 2 കളർ. ഞാൻ മറ്റുള്ള CD മാർക്കർ വെച്ചിട്ടാണ് ഇവിടെ ഒക്കെ ചെയ്തത്. പക്ഷേ കുറച്ചെത്തിയപ്പോഴത്തേക്ക് CD മാർക്കർ അങ്ങ് തീർന്നു. പിന്നെ ഞാൻ നമ്മുടെ സാധാ ബ്ലാക്ക് സ്കെച്ച് വെച്ച് ചെയ്ത്, അതുകൊണ്ട് ഈ 2 കളർ കണ്ട്. ഇവിടെ നോക്കുമ്പോഴും ആ ഒരു 2 കളറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ? ഇവിടെ ഈ റെഡ് കളറിൽ ഫുള്ള് കാണുന്നത് നമ്മുടെ സാധാ ബ്ലാക്ക് സ്കെച്ചും, ഇത് CD മാർക്കറും. ഞാൻ മറ്റേ കുളമായിപ്പോയെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കറക്റ്റ് ഇങ്ങനെയായിരുന്നു വരേണ്ടത്. അതാ പറഞ്ഞത്, ഞാനിങ്ങനെ കളറടിച്ച് വന്ന ആക്രാന്തത്തിൽ ഫുൾ കോളത്തിലും കളറടിച്ചു പോയി. ഇതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഇത് കുറേ ടൈം എടുത്ത് ചെയ്തതാണ്. പിന്നെ മുന്നേ കണ്ടതിൻ്റെ ഒരു വേറെ വേർഷൻ, അതാണിത്. ഇതും നല്ല ടൈം എടുത്ത് ചെയ്തതാണ് ഞാൻ. പിന്നെ ആക്ച്വലി ഇത് ഈ കളർ ഞാൻ സാധാ സ്കെച്ച് വെച്ച് ഈ ബുക്കിൽ കളർ അടിക്കുമ്പോൾ ഇങ്ങനെയൊരു സംഭവമുണ്ട്, അതിന് മാറ്റണം. ഇതൊക്കെ ഞാൻ മറ്റേ സ്ക്രാച്ച് നോട്ടിലായിട്ട് അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. ഇതെൻ്റെ പുതിയ ഒരു 24 സെറ്റിൻ്റെ ഡ്യുവൽ ബ്രഷ് ഞാൻ മാർക്കർ പെന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ ആ മാർക്കർ പെന്ന് വെച്ച് ഞാൻ വരച്ച് ഭയങ്കര സ്മൂത്താണ്. ഇത് നല്ല രസമാണ് വരയ്ക്കാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തൊരു പടവും ഇപ്പം വരച്ച് തീർത്താണ്. പക്ഷെ കുറച്ചും കൂടെ വലുതാക്കണമായിരുന്നു, എൻ്റെ കയ്യിലത് വലുതാക്കാനായിട്ടുള്ള അത്ര ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഞാൻ കാണിച്ചല്ലോ, അപ്പം ഞാനിനി എൻ്റെ 2 സ്ക്രാച്ച് ബുക്കിലേയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആ സ്ക്രാച്ച് ബുക്കിലേക്ക് കൂടെ കാണിച്ചു തരാവേ. അപ്പം ഞാൻ ഇത് കാണിച്ചു തരാവേ. ഫസ്റ്റ് പേജിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു പേരൊക്കെ എഴുതി വെച്ചതാണ്. ഇത് ഞാൻ മണ്ഡല ഡിസൈൻ ട്രൈ ചെയ്തതാണ്, പക്ഷേ എനിക്കത് അങ്ങോട്ടും വർക്കാകുന്നില്ല, അതുകൊണ്ട് ഞാൻ അതൊന്ന് മാറ്റി.
ഇതെൻ്റെ കുത്തിവര, എല്ലാ കളറും നന്നായിട്ടൊന്ന് കാണാൻ വേണ്ടി. ഇതും അതുപോലുള്ളൊരു കുത്തിവര. ഇത് കണ്ടിട്ട് വരച്ച് നോക്കണമെന്നും പറഞ്ഞ് വൃത്തി വന്ന് പേര് എഴുതി വെച്ചിട്ട് മതി ഇതിൻ്റെ ട്രിക്ക് എന്തുവാണെന്നറിയാൻ വേണ്ടി. ഇതും കുളമായിപ്പോയി. അപ്പോൾ ഇത് കുളമായി പോയപ്പോഴത്തേക്ക് ഞാൻ ഒന്നും കൂടെ കറക്റ്റായിട്ട് വരച്ചു. ഇത് പിന്നെ കുളമായി പോയി. ഞാനെല്ലാം മറ്റേ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുന്നതെന്ന് പറയത്തില്ലേ, അതുകൊണ്ട് നന്നായിട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വലുതാക്കിയാലോ ഇത്, അങ്ങനെ തോന്നിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ ആയിപ്പോയി. ഇതാണ് ഞാൻ മുന്നേ അവിടെ കാണിച്ചത്. പക്ഷെ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് പകരം അവിടെ കളർ കൊടുത്ത് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിയതാണ്. ഇനി അതൊന്നും കൂടെ കറക്റ്റ് ചെയ്ത് വരയ്ക്കണം. ഇതെന്തുവാന്ന് എനിക്കും അറിയത്തില്ല, എനിക്ക് തോന്നി ഞാൻ വരച്ചു. അങ്ങനെ ഈ ബുക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്ത് പഠിച്ച ബുക്ക്. ഇനി നെക്സ്റ്റ് ഈ ബുക്കിൽ പിന്നെയും കുറച്ചും കൂടെ നല്ലതൊക്കെ ഉണ്ട്. കണ്ടോ, രസമില്ലേ? ഇത് ഭയങ്കര നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു സംഭവമാണ് ഇതിങ്ങനെ ചെയ്യുന്ന. നമുക്ക് ഭയങ്കര ആയിട്ട് നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഇതും അങ്ങനെ എന്തോ ഒരു കുളവായില്ല എന്നുള്ളൊരു രീതിയിലുള്ള. ഇതും എനിക്ക് ഇതിനകത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നല്ല രസമാണ് ഇത് കാണാൻ. ഇത് ആക്ച്വലി ഒന്ന് തെറ്റിപ്പോയി. അപ്പം ഞാനത് ഒന്നും കൂടെ വൃത്തിയാക്കി വരയ്ക്കാൻ, ഇത് തെറ്റിയിടം മനസ്സിലായോ? അത് ഇവിടെ ആക്ച്വലി ഒന്ന് വൃത്തിയായിട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ച് ഒന്നും കൂടെ വരച്ചത്, പക്ഷെ അത് ആക്ച്വലി ഒരു ഫ്ലോപ്പായിപ്പോയി. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു ഗ്യാപ്പ്. പിന്നെ ഞാൻ അവിടെ ഇത് ഇങ്ങനെ അങ്ങ് വരച്ച് വെച്ച്. പക്ഷേ വേണ്ടായിരുന്നു അല്ലേ, പക്ഷെ കൊള്ളത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിൾ എസ്തെറ്റിക് ആയിട്ടുള്ളൊരു സംഭവം. ഇതൊക്കെ ഞാൻ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. ഇതത്ര അങ്ങോട്ട് സെറ്റായില്ല, കുഴപ്പമില്ല, നമുക്ക് വീണ്ടും വരയ്ക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇത്. അപ്പം ഇതാണ് ഞാൻ ഒരു രണ്ട് മാസമല്ല, 1 മാസം 1.5 മാസമായിട്ട് ഞാൻ ഇത്രയും ഞാൻ വരച്ച് തീർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 2 സ്ക്രാച്ച് നോട്ടും ഈ ഒരു ബുക്കും ഇത്രയും ഞാൻ ആക്കി. ഇനി ഞാൻ ഇവിടെ വരയ്ക്കാനിരിക്കുമ്പോൾ ഉള്ള സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു ടേബിൾ വെച്ചിട്ട് ഇവിടെ ഇരിക്കും. എന്നിട്ട് ബുക്ക് ആ ടേബിളെ വെച്ചിട്ട് പിന്നെ ഉള്ള സാധനമൊന്നും ഞാൻ ആ ടേബിളിൽ വെക്കത്തില്ല. പിന്നെ ഫുള്ള് ഞാൻ ഈ ബെഡിലിട്ടേക്കും. എനിക്ക് വേണ്ട സ്കെച്ചും അതും ഇതും പേപ്പറും എല്ലാം ഞാൻ 220 ഇഞ്ചിൻ്റെ ഇതെനിക്ക് പുറം ചൊറിയാൻ തോന്നുമ്പോൾ ചൊറിയേണ്ട സാധനം. ഇത് ഞാൻ അമ്മച്ചമ്മ ഇടയ്ക്ക് നടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ സർക്കിൾ വരയ്ക്കുന്ന വള, പിന്നെ പല ടൈപ്പ് സ്കെയില്, സ്കെച്ച് ബുക്ക് ഞാനിപ്പം എന്തോ എടുത്ത് അങ്ങോട്ട് വെച്ചു. ഇതാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്ത് എൻ്റെ പുതിയ മാർക്കർ പെൻസിൽസ്. കൊള്ളാം സാധനം. എന്തോ ഇത് അവിടെ ഇരിക്കുന്നത് അച്ചുട്ടിയുടെ ബോട്ടണിയുടെ അതെനിക്ക് അവൾ വരയ്ക്കാൻ കൊണ്ടു തന്നെ. അതും ഞാൻ കുറച്ച് വരച്ചിട്ടുണ്ട്. ഒരു 7 പടം ഞാൻ അതിലും വരച്ചു വെച്ചിട്ടുണ്ട്. ഇന്നലെ ഇരുന്ന് വരച്ച് 7 പടം. അവൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് വരച്ചു തന്നാൽ മതിയെന്ന്. സോ ഞാൻ ചുമ്മാ അത് ട്രൈ ചെയ്യാന്നുള്ള വെച്ച് വരച്ചതിനകത്ത് ഏറ്റവും ഫ്ലോപ്പായി പോയത് ഇതാണ്. ഇത്രയേ ഉള്ളൂ വരച്ച്. ഇത് വരയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് മടുത്ത്. അപ്പം ഇത്രയാണ് ഞാൻ ടോട്ടൽ ഇപ്പം വരച്ച് തീർത്തേക്കുന്നത്. ഇനി ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരിക്കുക വരയ്ക്കുന്നത്. പക്ഷേ എനിക്കാണെങ്കിൽ എൻ്റെ ബുക്കിൻ്റെ അടിയിൽ ഞാൻ പേപ്പർ വെക്കുന്നതും പിന്നെ ഈ സ്ക്രാച്ച് നോട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇത് ചുരണ്ടി കളയുമ്പോൾ ഇതേ ഫുള്ളി ഡെസ്കിൽ ഇങ്ങനെ ബ്ലാക്ക് ഡോട്ട് വീണി. ഇതൊക്കെ കൊണ്ട് എൻ്റെ ഒരു എസ്തെറ്റിക്സിന് അതങ്ങോട്ട് ഒരു ഇതാകുന്നില്ല. അതുകൊണ്ട് ഞാൻ കാണിക്കട്ടെ. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ വരയ്ക്കാൻ ട്രൈ ചെയ്യാം. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രെസ്സൊക്കെ കുറയും. നമ്മൾ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടൊക്കെ ഇരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വരയ്ക്കാനൊന്നും അറിയണമെന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പിൻട്രസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലായാലും കിട്ടുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഈസിയാണ്. ഓക്കെ, ബൈ.